അവിടെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ എല്ലാം കൂടെ അവർ കൊണ്ടുപോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് അവനെ കിട്ടി. അവൻ എൻ്റെ അടുത്ത് 16-ാം ദിവസം വന്നു എൻ്റെ ഇടവകയിൽ. അതൊക്കെ വലിയ അത്ഭുതങ്ങളായിരുന്നു കേട്ടോ. ദൈവാനുഭവത്തിൽ എനിക്ക് വളരാനുള്ള മേഖലയും ഒക്കെ. പിന്നെ ഞാൻ അത് കണ്ടത് ഞാൻ പോസിറ്റീവായിട്ട് കണ്ടു. ഞാൻ അന്ന് ധ്യാനത്തിൽ സഹനത്തെക്കുറിച്ചുള്ളൊരു ടോക്കായിരുന്നു. ഇന്നിവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്തൊരു ടോക്കാണ് അത്. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടും പിന്നെ സഹനത്തെക്കുറിച്ചുള്ളൊരു ടോക്കായിരുന്നു. അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കേണ്ടതെന്നൊക്കെയുള്ള പറഞ്ഞുള്ളൊരു ടോക്ക് അവിടുത്തെ. അന്ന് ഞാൻ ലാസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടാണ് ഞാൻ ബോട്ടയിലോട്ട് കയറി ട്രെയിനിന് വേണ്ടി പോയത്. ട്രെയിനിൽ കയറി പോയത്. അപ്പം ബോട്ടൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് വാക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. പോയ വഴിക്ക് എൻ്റെ കംപ്ലീറ്റ് ദൈവം എടുത്തു. എനിക്കന്നേരം മനസ്സിലായി അതാണെന്ന്. നീ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ടങ്ങ് പോയി, നിൻ്റെ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ, നീ എന്നാ പറയും. ഫുള്ള് പോയി. അത് കുറച്ചൊക്കെയാണ് നമുക്ക് നമ്മുടെ ഡിഗ്രി SSLCയുടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ബേസ് തന്നെ കംപ്ലീറ്റ് പോയില്ലേ. ഒരു 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് അവനെ കിട്ടുന്നത്. 5 വർഷം കഴിഞ്ഞാണ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. എന്നിട്ട് ഇത് എടുത്തോൻ എൻ്റെ അടുത്ത് വന്നെങ്കിലും അവനത് കത്തിച്ച് കളഞ്ഞെന്നൊക്കെ എന്നോട് പറഞ്ഞത്. എൻ്റെ ഇതൊക്കെ ഓക്കെ, അതെല്ലാം അങ്ങനെ പോട്ടെ. പക്ഷേ ദൈവം എനിക്കെല്ലാം അത് കഴിഞ്ഞും തന്നു കേട്ടോ. ഒന്നിനും എനിക്ക് കുറവില്ല. ഞാൻ അന്നും ചിരിച്ചുകൊണ്ടാണ് പോയത്. ചിരിച്ചുകൊണ്ടാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ മിസ്സിങ് ആയാൽ നമ്മൾ അറിയിക്കണം, അവരെ അറിയിക്കണം. ഞാൻ കംപ്ലയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കംപ്ലയിൻറ്റ് കൊടുത്തു. എന്നിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ കൂട്ടിക്കൊണ്ട് പോയ എൻ്റെ ഇടവക്കാരനായിട്ടുള്ള ഒരു സർക്കിളും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അന്നേരം പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടാണ് പുള്ളി പോയത്. അപ്പം പുള്ളി റെയിൽവേ സർക്കിളിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ കൂളായിട്ട് പറഞ്ഞു, SSLCയുടെ പോയിട്ടുണ്ട്, BA ഉണ്ട്, PDCയുടെ ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് കുറേ നമ്മുടെ RC ഉണ്ട്, വണ്ടിയുടെ RC ബുക്ക് ഉണ്ട്, പിന്നെ എൻ്റെ പള്ളിമുറിയുടെ ചാവി തക്കോലുകളൊക്കെ ഉണ്ട്, എക്സെട്രാ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ചോദിച്ചു, എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ, ഇത് പോയോ? ആ ജോർജിനെ വിളിച്ച് ചോദിച്ചു, ജോർജ് SIയെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും കുഴപ്പം വന്നാണ്? വളരെ ഫ്രീ ആയിട്ട് ചിരിച്ച് പറയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ തമ്പുരാൻ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സഹനങ്ങൾ തരും, എടുത്തോണ്ട് പോകുമെല്ലാം. പൊക്കോട്ടെ, ദൈവം തന്നു, ദൈവം എടുത്തു, ഒരു കുഴപ്പമില്ലെന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. 4 വർഷത്തേന് പഠനമൊന്നും നടന്നിരുന്നേ ഉള്ളൂ. പിന്നെ പഠനമൊന്നും നടന്നില്ല. 5 വർഷത്തേന് ഞാനിങ്ങനെ ഇടവില. പക്ഷേ ആ 5 വർഷം എനിക്ക് അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായിരുന്നു, വലിയ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ മകന് ജയിലിൽ നിന്നും കണ്ട ഈ മകന് അവിടുന്ന് ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ഇന്ന് വല്ലതും കിട്ടിയോ? കിട്ടിയില്ല. കാര്യം ചെയ്യേ, അത്യാവശ്യം ഇന്നത്തേനുള്ളത് കൊണ്ടുവെക്കോ, പോക്കറ്റ് അടിക്കാതെ ഒരു ദിവസമെങ്കിലും നീ ജീവിച്ചെന്ന് പറ. എടുക്കുക. എൻ്റെ കീശയിൽ നിന്ന് ഉണ്ടായിരുന്ന പൈസ എടുത്ത് അവന് കൊടുത്തു. എൻ്റെ കൂടെ ഉള്ള വേണ്ടിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അവൻ വലിയ പൈസക്കാരനാണ്, അവന് കുഴപ്പമില്ല. അവൻ എൻ്റെ പൈസയെല്ലാം എടുത്തോളൂ, എനിക്കറിയാം. അങ്ങനെ അവൻ ഒത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുമില്ല. അപ്പോൾ ആ മകൻ അന്ന് അവിടുന്ന് പോയി. പക്ഷേ അന്ന് തൊട്ട് അവനൊരു പുതിയ മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എടുത്തു കൊടുത്ത പൈസയുടെ കൂടെ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ ധ്യാന കേന്ദ്രത്തിൻ്റെ നമ്പറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, ഒരിക്കലും കിട്ടാത്തപ്പം വിളിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നത് ഇവൻ ആദ്യമായിട്ട് കേൾക്കുക. കാരണം ഇവൻ എന്നും നടക്കുവാണല്ലോ ഈ പരിപാടിക്ക്. അപ്പം കിട്ടാതെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവന് പെമ്പർനോത്തിയും 2 പിള്ളേരും ഉള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും കിട്ടാതെ വരുമ്പോൾ നീ വിളിച്ചോ. പക്ഷേ അവൻ അത് കഴിഞ്ഞ് ഒരു നിമിഷം ഒരു പ്രലോഭനത്തിലും അവൻ വീണില്ല. അവൻ എന്നെ വിളിച്ചു, അച്ഛാ ഞങ്ങളൊരു പുതിയ ജീവിതം നയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാസത്തിലും ഒരിക്കലൊന്ന് വിളിക്കും, ജസ്റ്റ് ഒരു വർത്തമാനമൊക്കെ ജസ്റ്റ് ഇച്ചിരി പറയും, വെക്കും. ഞാൻ ഒരിക്കൽ എനിക്ക് അസുഖമൊക്കെ വന്ന് തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. രൂപതയിൽ അറിയിച്ചു. രൂപത നാൾ എൻ്റെ ഇടവേലേക്ക് പോയി തൽക്കാലം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്കൊരു ഒരാഴ്ചത്തേന് അവിടെ ചികിത്സയായിരുന്നു. ആ കാലയളവിൽ ഇവൻ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവനെന്താ വെച്ചാൽ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അവൻ, എന്താണെന്ന് എനിക്കറിയത്തില്ല. അവൻ എന്നിട്ട് അന്നേരെ രൂപതയിലേക്ക് വിളിച്ചു, അച്ഛൻ എവിടെയാണെന്നറിയാവോ, അച്ഛനെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ രൂപതയെന്ന് പറഞ്ഞു, അച്ഛനിവിടെ ആശുപത്രി കിടപ്പുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, ഇന്ന ഹോസ്പിറ്റലിൽ. പ്രിയപ്പെട്ടവരെ, ഇവനിതാ കുറേ പഴവും എല്ലാം മേടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ, നീ എന്നാടാ ഇങ്ങോട്ട് വന്ന്? അല്ല, അച്ഛൻ ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ, ഞാൻ അച്ഛനെ അന്വേഷിച്ചായിരുന്നു, അച്ഛൻ അസുഖമാണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നായിരുന്നു. എൻ്റെ ഇടവക്കാരും എൻ്റെ വീട്ടുകാരും
എൻ്റെ രൂപതക്കാരും ഒക്കെ വന്നു, അച്ഛന്മാരൊക്കെ വന്നു. പക്ഷേ ഞാൻ പറയും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിസിറ്റ് നടത്തിയത് ഇവനായിരുന്നു. കാരണമുണ്ട്. ഇവരെല്ലാം വന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ക്ഷേമമൊക്കെ അന്വേഷിച്ച് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നെല്ലാം പറഞ്ഞു പോയി. പക്ഷേ ഇവൻ വന്ന് അന്ന് മുഴുവൻ അവിടെ ഇരുന്നു, പോയില്ല. അപ്പം ഞാനിങ്ങനെ വല്ലതും ചോദിക്കുമ്പോൾ ഞാൻ ഇച്ചിരി കളിയാക്കുന്ന പാർട്ടി, ഞാൻ ഇച്ചിരി കളിയാക്കിയൊക്കെ പറയും. ഇന്നിപ്പോൾ നിനക്ക് ഈ സമയത്ത് ഇവിടെ ഇരിക്കാൻ തോന്നുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുകയെ. അപ്പം പറയാം, എൻ്റെ ചാങ്കര എൻ്റെ കളിയാക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ വളരെ ഡീസൻ്റാണ്. ഇവൻ എന്നിട്ട് അന്ന് വൈകിട്ട് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, നിന്നെ വൈകിട്ട് വിടാൻ എനിക്ക് വിഷമാന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ തീരുമാനം എടുത്തു. ആ തീരുമാനം ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ ഭാര്യയും ഒന്നിച്ച് ഞങ്ങളുടെ തീരുമാനമാണ്. ഇനി അങ്ങനെ ഒരിക്കലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ പോകാൻ നേരത്ത് 10,000 രൂപ എൻ്റെ അരിയിലേക്ക് എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. അവൻ എന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അവൻ പറഞ്ഞു, അച്ഛാ, ഇത് അങ്ങനെയൊന്നും ഉണ്ടാക്കിയ പൈസയല്ല, ഇത് ആ വകുപ്പല്ല. ഞാൻ പറഞ്ഞു, പിന്നെ ഇത് ഏത് വകുപ്പാ? നിനക്കിങ്ങനെ പെട്ടെന്ന്, നിനക്ക് സാമ്പത്തികമായിട്ടില്ലാത്തവനാണെന്ന് എനിക്കറിയാം, പിന്നെ ഏത് വകുപ്പിലാണ്? അത് അവളുടെ മാല പണയം വെച്ച് കൊണ്ടുവന്ന അച്ഛൻ. അച്ഛൻ ഇപ്പോൾ ആരും ഇല്ലെന്ന്, അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞിട്ട് കൊണ്ടുവന്നതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാനതുകൊണ്ട് എനിക്കറിയാതെ വിഷമം വന്നുപോയി. കാരണം വേറെ ആരും അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഒരാൾ പോലും എന്നോട് അച്ഛന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ മകനോട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കും, എനിക്ക് പൈസയ്ക്ക് ഒരു കുറവുമില്ല, നിൻ്റെ നല്ല മനസ്സിനെ ഞാൻ വലിയധികം വില മതിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ഈ പൈസ കൊണ്ടുപോയിട്ട് അവളുടെ മാല എടുത്ത് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. വെറുതെ അത് വേണ്ട, മാല തിരിച്ചു കൊടുത്തേക്ക്, എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഞാൻ ആ മനസ്സിനെ കണ്ടേ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമാകുന്ന ജീവിതം, നന്മ ചെയ്യാൻ ഈ പാപത്തിനും കഴിയുന്നു. അവനും വളരുന്നു, അവനും ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നു, കൊടുക്കുന്നതിന് മടിയില്ലാത്തവനായി മാറുന്നു. എടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ മടിയില്ലാതെ. അതെങ്ങനെയാണ് സമ്പാദിച്ചു വെച്ചത്? ബർദോത്തിയുടെ ബാല പോലും വിറ്റ് കൊടുക്കാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിൻ്റെ മക്കളാകൂ. നിങ്ങൾ ഒരാളുടെ കണ്ണീരിലെ കണ്ണീരൊപ്പിയാൽ അതിന് ദൈവം തരും പ്രതിഫലം. ഒപ്പം ആ മനസ്സുകൾ എന്നും നിങ്ങളെ പൂജിക്കും, സംശയമൊന്നുമില്ല, പൂജിച്ചു കൊണ്ടിരിക്കും. നിങ്ങളെ പൂജിക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക പ്രിയ മക്കളെ. അതുകൊണ്ട് നമുക്ക് എളിമയോടെ ചിന്തിക്കാം. യേശുവിൻ്റെ സവിധത്തിലിരുന്നു കൊണ്ട്, ദൈവമേ, നീ ഞങ്ങൾക്കൊരുപാട് നന്മകൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ നൽകിയിരിക്കുന്ന നന്മകൾ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് നിർമ്മലതയുള്ള ആധ്യാത്മികത വേണം. അതിന് വേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അനുഗ്രഹത്തിൻ്റെ പുത്രനാകുവാൻ. ഫലം തരുന്നത് ദൈവമാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം. ഫലം തരുന്നത് ദൈവമാണ്, മനുഷ്യനല്ല എന്ന വലിയ ചിന്ത നമുക്കുണ്ടാകണം. ഞാൻ ആ കപ്പ നട്ട കാര്യം ഓർത്താൽ മതി. ദൈവമാണ് ഫലം തരുന്നത്. മനസ്സിലായല്ലോ? വചനത്തിൽ പറയുന്നു, പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു, ഫലം തരുന്നത് ദൈവമാണ്. നിങ്ങൾ എവിടെയെല്ലാം ബിസിനസ്സുകൾ തുടങ്ങിക്കോ, എവിടെയെല്ലാം ജോലിയിൽ കയറിക്കോ, എവിടെയെല്ലാം ആപ്ലിക്കേഷൻസ് കൊടുത്തു, ഫലം തരുന്നത് ദൈവമാണെന്നുള്ള ചിന്തയോടുകൂടി പോയാൽ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെടുകയില്ല. അപ്പോൾ ഫലം തരുന്നത് ദൈവമാണെങ്കിൽ ആദ്യ തമ്പുരാൻ്റെ അടുത്ത് വന്നിട്ട് വേണം മറ്റു കാര്യങ്ങൾക്ക് പോകാൻ. ഈ മേഖല നമ്മൾ ഒഴിവാക്കി വെച്ചിട്ട് നമ്മൾ ഏത് മേഖലയിൽ വിജയിക്കാം